നിലമ്പൂരിൽ വർഗീയ പ്രചരണത്തിനായി UDF പ്രത്യേകം ചിലരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എന്നൊരു ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസാണ്. UDF തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വർഗീയ അജണ്ടയുമായി UDF മുന്നോട്ട് പോകരുത് എന്നും മുഹമ്മദ് റിയാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ദേശീയപാത വിഷയത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉന്നയിച്ച വിമർശനങ്ങളെയും അദ്ദേഹം തള്ളി. നിലമ്പൂരിൽ നിന്ന് അജിത് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. മുഹമ്മദ് റിയാസ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യഘട്ടത്തെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ എങ്ങനെയാണ്? നിങ്ങളുടെ സഖാവ് എം സ്വരാജ് നമ്മുടെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും. സ്വരാജിനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ തലമുറയിലെ ഒരു പ്രതിഭയാണ് സഖാവ് എം സ്വരാജ് എല്ലാ നിലയിലും. സ്വരാജിനെ പോലെ ഒരു വ്യക്തി നവകേരള വികസനത്തിന് നമുക്കൊപ്പം വേണ്ടതുണ്ട്. അത് പൊതുവെ ജനം ആഗ്രഹിക്കുന്നുണ്ട്. അത് ജനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളോട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. പലതരത്തിൽ ദൗർഭാഗ്യകരമാണ്. UDF തീക്കളിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി ചിലരെ പ്രത്യേകം ഇവിടെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ദൗർഭാഗ്യകരമാണ്. തെരഞ്ഞെടുപ്പിൽ ആരോഗ്യകരമായ രാഷ്ട്രീയം പറയണം. അതിന് പകരം ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള മതവർഗീയ അജണ്ടയുമായി UDF മുന്നോട്ട് പോകരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്. ജോർജ് കുര്യൻ പറയുകയുണ്ടായി, ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കും, പക്ഷേ അവസാനം ക്രെഡിറ്റ് അടിക്കാൻ ആരും വരരുത് എന്ന് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് അല്ല, ഇതിൻ്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണ്. ജനങ്ങൾക്കിതൊക്കെ അറിയാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് പണം ചെലവഴിച്ച സർക്കാർ ഏതാണ്? LDF സർക്കാരാണ്. ചെലവഴിച്ച തുക എത്രയാണ്? 5600 കോടിയാണ്. ആരാണ് മുഖ്യമന്ത്രി? സഖാവ് പിണറായി വിജയനാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു സർക്കാരോ ക്രെഡിറ്റ് അടിക്കാൻ തീരുമാനിച്ചാൽ അടിച്ചു പോകുന്ന സാധനമല്ല ക്രെഡിറ്റ്. അത് ജനമാണ് തീരുമാനിക്കുക. ജനം ഇതൊക്കെ കാണുന്നുണ്ട്. ജനം എല്ലാ കാര്യവും മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം. ഇടതുപക്ഷ സർക്കാർ അല്ലായിരുന്നു 2016 കേരളത്തിൽ അധികാരത്തിൽ വന്നതെങ്കിൽ ഈ പദ്ധതി ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാകില്ല. ഇത് ജനത്തിനറിയാം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തലവൻ തന്നെ പലതവണ പറഞ്ഞു, ഇന്ത്യയിലെ ഏതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും മാതൃകയാണ് കേരളത്തിലെ ഗവൺമെൻറ്. കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നു. ഏതാണെങ്കിലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുഹമ്മദ് റിയാസ്. മണ്ഡലത്തിൽ സജീവമായ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നതെന്നും സ്വരാജ് വിജയിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. യെസ്, അജിത്ത് ഉണ്ട് നമുക്കിപ്പം. അജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ അനുസരിച്ച് അജിത്ത് പറഞ്ഞതുപോലെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. സ്വരാജിന്റെ ജയം സുനിശ്ചിതമാണെന്ന് പറയുന്നു. എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നായിരുന്നു വിവാദങ്ങൾക്കൊക്കെയും മുഹമ്മദ് റിയാസ് നൽകിയ മറുപടി. ഏത് വിവാദത്തിനും അങ്ങനെ തന്നെയായിരുന്നു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഇപ്പോൾ ഈ നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്ന ഒരു ദുരന്തം അതുകൂടി ഇനി തിരഞ്ഞെടുപ്പ് കളത്തെ എങ്ങനെയൊക്കെ പ്രതിഫലിപ്പിക്കും? മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകളെ എങ്ങനെയൊക്കെ നമ്മൾ വിലയിരുത്തണം? സേതുലക്ഷ്മി, ഏതാണെങ്കിലും വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ ഘട്ടത്തിൽ മുഹമ്മദ് റിയാസ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്ന പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ അത്തരത്തിൽ വർഗീയമായ പ്രചരണത്തിന് വേണ്ടി ഇവിടെ കൃത്യമായി UDF ആളെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഗുരുതര വിമർശനം, നേരിട്ടുള്ള വിമർശനമാണ് മുഹമ്മദ് റിയാസ് ഉന്നയിച്ചത്. മാത്രമല്ല, വലിയ തരത്തിലുള്ള തീക്കളിയാണ് UDF കളിക്കുന്നതെന്നുള്ള വിമർശനം കൂടി അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി. ഏതാണെങ്കിലും നേരിട്ട് തന്നെ UDF-നെ വിമർശിച്ചുകൊണ്ട് UDF വർഗീയ പ്രചരണത്തിനായി മണ്ഡലത്തിൽ പ്രത്യേകം ആളുകളെ നിയോഗിച്ചിരിക്കുകയാണെന്ന് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള വർഗീയമായ പ്രചരണങ്ങളും വിമർശനങ്ങളും ഒക്കെ പല ആളുകളിലും പല പേരില്ലാത്ത പ്രൊഫൈലുകളിൽ നിന്നുമൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഇതിന് UDF-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരത്തിൽ വർഗീയമായ പ്രചരണമാണ്, അതിനുവേണ്ടി പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ ന്യൂസ് മലയാളത്തിനോട് അദ്ദേഹം നടത്തിയത്. മാത്രമല്ല, അതൊരു വലിയ തരത്തിലുള്ള ഗുരുതര ആരോപണം കൂടിയാണ്. അതിന് UDF നേതാക്കൾ ഉൾപ്പെടെ മറുപടി പറയേണ്ട സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി അദ്ദേഹം പ്രതികരിച്ചു. ഇന്നലെ ജോർജ് കുര്യൻ പറഞ്ഞിരുന്നു, അവസാനം ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കുമ്പോൾ ക്രെഡിറ്റ് അടിക്കാൻ ആരും വരേണ്ട എന്നുകൂടി പറഞ്ഞിരുന്നു. അതിന് മറുപടി ആയിക്കൊണ്ട് ഇത്തരത്തിൽ ക്രെഡിറ്റ് അടിക്കുന്നത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ആരാണ് ക്രെഡിറ്റ് അടിക്കുന്നത്, ആരാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തലവൻ തന്നെ കേരളം നടത്തിയ സംഭാവനകളെ പ്രകീർത്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കേരളം ആളുകൾ ഇത് വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, 2016 ഇടത് സർക്കാർ അല്ല അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമതായി സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ
ഇനി വരുന്ന ദിവസങ്ങളിൽ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇപ്പോൾ ഈ 15 വയസ്സുകാരന് അനന്തുവിന് ജീവൻ നഷ്ടപ്പെട്ട സംഭവമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് കൂടി നിലമ്പൂർ കൂടുതൽ സജ്ജമാകുന്നു, കൂടുതൽ ചർച്ചയാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂരിലെ ഇനി ഓരോ നിമിഷവും വരുന്ന വാർത്തകളൊക്കെ തന്നെയും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയായിരിക്കും കേരള സമൂഹം നോക്കിക്കാണുക. പ്രത്യേകിച്ചും ഇപ്പോൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDF ഒരു പൊളിറ്റിക്കൽ ടേക്കായി തന്നെ എടുത്തു കഴിഞ്ഞു. അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഓരോ ദിവസവും. ഇന്നലെ ഇൻസ്റ്റൻ്റായി തന്നെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് പിന്നാലെ തന്നെ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായി. അതിനെ കൗണ്ടർ ചെയ്യാനുള്ള നറേറ്റീവ്സ് ഇന്നലെ തന്നെ LDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിനെ മരണം വെച്ച് അത് ഉപയോഗിക്കരുതെന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ സ്ഥാനാർത്ഥിയും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ ഉണ്ടായ ഈ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പ്രതികരണമായിക്കോട്ടെ, അതിന് പിന്നാലെ ഇവിടെ മലപ്പുറത്ത് നടന്ന പ്രകടനങ്ങളായിക്കോട്ടെ, പോലീസ് സ്റ്റേഷൻ ഉപരോധമായിക്കോട്ടെ, ഇതൊക്കെ നൽകിയിരിക്കുന്നത് ഈ സംഭവത്തിന് മറ്റൊരു മുഖം കൂടി വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നോക്കാം എങ്ങനെയായിരിക്കും ഇനി തിരഞ്ഞെടുപ്പ് വീഥികളിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാകുന്നത് എന്ന്.